السلام عليكم ورحمة الله وبركاته. الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نصر من الله وفتح قريب. صدق الله. قال النبي صلى الله عليه وسلم: لا تسافر امرأة إلا مع ذي محرم ولا يدخل عليها رجل إلا وعندها ذو محرم. فقال الرجل: يا رسول الله، إن امرأتي تريد أن تحج وأنا أريد أن أخرج في جيش كذا وكذا. فقال رسول الله صلى الله عليه وسلم: حج مع امرأتك. صدق رسول الله صلى الله عليه وسلم. പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തിരുമാറാവട്ടെ. എല്ലാ സൽക്രമങ്ങളും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമാക്കപ്പെട്ട ഈ ദിവ്യവചനം കേവലം ഒരു മതപരമായ കൽപ്പനയായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അതൊരു കുടുംബ ബന്ധങ്ങളിലെ ഉത്തരവാദിത്ത ബോധവും മാത്രമല്ല സ്ത്രീകളോടുള്ള ആയമേറിയ പരിഗണനയ്ക്കും ഊന്നൽ നൽകുന്ന ഒരു മഹത്തരമായൊരു വചനമാണ് നാം കേട്ടത്. ഒരിക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്: അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ഇന്ന് യുദ്ധത്തിന് വേണ്ടിക്കൊണ്ട് തയ്യാറെടുത്തൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ പ്രിയ പത്നി അവളിന്ന് ഹജ്ജിന് വേണ്ടിക്കൊണ്ട് വിശുദ്ധ കർമ്മത്തിന് വേണ്ടിക്കൊണ്ട് പുറപ്പെടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിയെ, യുദ്ധത്തിന് വേണ്ടിക്കൊണ്ട് വല്ലാതെ താല്പര്യം പ്രകടിപ്പിച്ച ആ വ്യക്തിയെ യുദ്ധാഭിലാഷത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നൽകിയ മറുപടി അത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലെ ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്: ഹുജ്ജ മഅ ഇംറാഅതിക, നിങ്ങളെന്താവണ്ട, യുദ്ധത്തിന് വേണ്ടിക്കൊണ്ട് തയ്യാറാവണ്ട, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടൊപ്പം പോയിക്കൊണ്ട് ഹജ്ജ് ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, യുദ്ധം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ സംരക്ഷണം, അത് ഏറ്റവും വലിയ പ്രതിഫലാർഹമായ ഒരു കർമ്മമാണ്. എന്നാൽ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ ഭാര്യയുടെ കൂടെ നിങ്ങൾ ഹജ്ജ് ചെയ്യണം. കാരണം അത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ഈ ഒരു ഉത്തരവിൽ നിയമിക്കുന്നത് പ്രത്യേകത മനസ്സിലാക്കേണ്ടത് സ്ത്രീകളോടുള്ള ഇസ്ലാമിൻ്റെ വളരെ മഹത്തരമായ കാവൽ മനോഭാവമാണ്. മാത്രമല്ല, യാത്രയിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ കൂടെ മഹറമായ വിവാഹബന്ധ നിഷിദ്ധമായ ആരെങ്കിലും അവളെ കൂടെ ഉണ്ടാവണം. ഒന്നെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ വിവാഹബന്ധ നിഷിദ്ധമായവരൊക്കെ അവരെ കൂടെ ഉണ്ടാവണം. അത് കേവലം ഒരു അവളെ സംശയത്തിൻ്റെ പുറത്ത് നോക്കുന്നതല്ല. കാരണം സംശയ മനോഭാവത്തോടു കൂടി നോക്കിക്കാണുക, അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടാവുക എന്നുള്ളതിനല്ല, മറിച്ച് ആ സ്ത്രീക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നൽകുന്ന മഹത്തായ ആദരവിൻ്റെയും സുരക്ഷാ കവചത്തിൻ്റെയും ഭാഗമായിക്കൊണ്ടാണിത്. കാരണം യാത്രകൾ നമുക്കറിയാം പൊതുവെ പ്രയാസകരമാണ്. മാത്രമല്ല അത് ദുരിതപൂർണവും പല നിലക്കുമുള്ള വിഷമങ്ങൾ ഉണ്ടാക്കുന്നതാണ് യാത്ര. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ദുർബലരാണ്. യാത്രയിൽ അവർ വല്ലാതെ പ്രയാസപ്പെടും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ യുദ്ധത്തിന് പോവേണ്ട, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടൊപ്പം നിങ്ങൾ ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞത്. മാത്രമല്ല വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം അവരുടെ ലോലത മാനിക്കുന്നു എന്നുള്ളത് ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ചെയ്യുന്ന യാത്ര സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസകരവും മാത്രമല്ല ദുരുദ്ദേശത്തോടെ സമീപിക്കുന്നവരുടെ നോട്ടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണമാണ്, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വലിയൊരു മാർഗമാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീന് ശക്തമായിക്കൊണ്ടുള്ള സംരക്ഷണം അവൾക്ക് നൽകുന്നത് എന്നുള്ളതാണ്. മാത്രമായ ധീരമായ ജിഹാദിന് വേണ്ടിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായ ഒരു യോദ്ധാവ്, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യയോടൊപ്പം പോയിക്കൊണ്ട് ഹജ്ജ് ചെയ്യുക എന്നുള്ള മുത്തുനബിയുടെ ആ ഒരു കൽപ്പന പരിശുദ്ധമാക്കപ്പെട്ട ദീൻ ഇസ്ലാമിലെ മൗലികമായ വലിയൊരു സന്ദേശമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം നിങ്ങളുടെ പത്നികൾക്ക്, നിങ്ങളുടെ ഭാര്യമാർക്ക് എന്താവണം, വലിയ നിലക്കുള്ള സംരക്ഷണവും സഹായവും നൽകണം. അത് യുദ്ധകളത്തിലെ പോരാട്ടത്തിന് തുല്യമായ പ്രതിഫലമാണ് ആ ഒരു കാര്യത്തിന് ലഭിക്കുക എന്നുള്ളതാണ്.
ഇതേ ഒരു സംഭവം മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ മുത്തുനബിയോട് പറയുന്നുണ്ട്, നബിയെ നിങ്ങളുടെ മകൾ എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ രോഗിയാണ് എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ എന്താവണം വേണ്ടതുപോലെ പരിചരിക്കണം എന്നാണ് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നാൽ അവർക്കും ആ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത സമാനമായ പ്രതിഫലമാണ് ആ ഒരു ഭാര്യയെ പരിചരിക്കുന്നതിലൂടെ ലഭിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളെയും ഭാര്യയുടെ സംരക്ഷണത്തെയും മാത്രമാണ്. ഇതിൽ നിന്നൊക്കെ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വീടിൻ്റെ അകത്തളങ്ങളിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വലിയൊരു പ്രതീകമായി തീർക്കേണ്ട ഒരു കുടുംബജീവിതം, അതൊക്കെ എത്രത്തോളം സുരക്ഷിതമായി കൊണ്ടുപോകേണ്ടതുണ്ട്, അവളെ എത്രത്തോളം പരിഗണിക്കണം, അവളെ എത്രത്തോളം സംരക്ഷിക്കണം എന്നതൊക്കെ ഈ രണ്ട് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം വലിയ പ്രതിഫലം ലഭിക്കുന്ന യുദ്ധത്തിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചുകൊണ്ട് ഭാര്യയെ സംരക്ഷിക്കാനും അവൾക്ക് വേണ്ട പരിചരണം നൽകാനും അവളെ പ്രൊട്ടക്ഷന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഇസ്ലാം നിഷ്കർഷിക്കുമ്പോൾ ഭാര്യയെ അല്ലെങ്കിൽ ഒരു പെണ്ണിന് എത്രത്തോളം ഇസ്ലാം പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് എന്ന് നാം ഇന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ധന്യമാക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.